തിരുവനന്തപുരത്ത് ബി.ജെ.പി കൌൺസിലറെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമല വാർഡ് കൌൺസിലർ കെ അനിൽകുമാറാണ് മരിച്ചത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ബി.ജെ.പിക്കെതിരെ പരാമർശമുണ്ട്. സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നപ്പോൾ പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ഒരു കൌൺസിലറാണ് ആത്മഹത്യ ചെയ്തത്. എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ആ ഓഫീസിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? എപ്പോഴാണ് ഇയാൾ ഓഫീസിലേക്ക് എത്തിയത്? തുടങ്ങി നമുക്ക് അവിടെ എത്തുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മറ്റാരും തന്നെ ഓഫീസിലുണ്ടായിരുന്നില്ല. അതായത് ഇന്നലെ രാത്രിയോ പുലർച്ചെ ആയിക്കൊണ്ട് അദ്ദേഹം ഓഫീസിൽ എത്തിയിട്ട് ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പോലീസ് എത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളാണ്, അല്ലെങ്കിൽ എന്താണ് അതിനുണ്ടായ കാരണം എന്നതടക്കമുള്ള വിവരങ്ങൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്പം മുമ്പ് ബി.ജെ.പി നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് അവർക്കറിയില്ല ഈ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് എന്നുള്ള മറുപടികളാണ് ലഭിച്ചത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും മേയർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ തിരുമല അനിലിൻ്റെ മൃതദേഹം സ്വന്തം കൗൺസിൽ ഓഫീസിൽ, തിരുമല ജംഗ്ഷനിലെ കൗൺസിൽ ഓഫീസിൽ വെച്ച് കാണപ്പെട്ടത്, തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കാണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ബി.ജെ.പി നേതൃത്വം അത് കണക്കിലെടുത്തില്ല, ബി.ജെ.പി നേതൃത്വം സഹായിച്ചില്ല എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ അതിനകത്തുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്ന സൂചനയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും തരത്തിൽ എത്ര രൂപയുടെ ബാധ്യതയാണ്, ഏത് തരത്തിലാണ് ആ ബാധ്യത ഉണ്ടായത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പരാമർശങ്ങളൊക്കെ തന്നെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെങ്കിൽ ബി.ജെ.പി ജില്ലാ നേതൃത്വം അടക്കം, ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിനടക്കം മറുപടി പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടി വരും. കാരണം കോർപ്പറേഷൻ കൗൺസിലർ അല്ലാതെ അദ്ദേഹം ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് തിരുമല. അതാണ് കാരണം പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ ബാങ്ക് തകരുന്ന വേളയിൽ എങ്ങനെയാണ് ബാങ്ക് തകർന്നത്? നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായും ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കേണ്ട സാഹചര്യം അത് അനിലിനെ സമ്മർദ്ദത്തിലാക്കിയോ? അതൊക്കെയാണ് അറിയേണ്ടത്. ഇപ്പോൾ ബി.ജെ.പി നേതാക്കളിൽ ജില്ലാ നേതാക്കൾ, അതുപോലെ സംസ്ഥാന നേതാക്കൾ ആരൊക്കെ എത്തിയിട്ടുണ്ട് തിരുമലയിലെ കൗൺസിലറുടെ ഓഫീസിലേക്ക്? സുജയ, ഇപ്പോൾ നിലവിൽ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് നേതാക്കളൊന്നും നിലവിൽ എത്തിയിട്ടില്ല. അവർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തായതുകൊണ്ട്, അതായത് മൃതദേഹം അകത്ത് തന്നെയാണ്, അത് തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് അവർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച് മേയർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. ഇതിൽ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനകത്ത് ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും നേതൃത്വത്തിനെതിരെ തന്നെ ഒരു ഗുരുതരമായ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കൃത്യമായ പ്രതികരണം ഉണ്ടാവേണ്ടതുണ്ട്, അവർ സ്ഥലത്തെത്തേണ്ടതുണ്ട്, ബാക്കി നടപടിക്രമങ്ങളിൽ അവർ പൂർണ്ണമായി ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇത് അറിഞ്ഞുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ ഒരു കെട്ടിട സമുച്ചയമാണിത്. കോർപ്പറേഷൻ്റെ കെട്ടിട സമുച്ചയത്തിനകത്ത് ഒരു മുറി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് അദ്ദേഹം കൗൺസിൽ ഓഫീസ് പ്രവർത്തിപ്പിച്ചിരുന്നത്. ആ പ്രവർത്തിപ്പിച്ചിരുന്ന